The topic discussed would be media and literature. Participants are Shrikant Kottekal, Vishnu Mangalam, Vishnu Mangalam Kumar, Ash Ashita, and Bindu Sajeev. May I request all, please carry on the session. നമസ്കാരം. മാധ്യമവും സാഹിത്യവും എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര്. അതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തനവും സാഹിത്യവും തമ്മിലുള്ള ബന്ധമാണോ സംസാരിക്കേണ്ടത്? മാധ്യമപ്രവർത്തനം സാഹിത്യം രചനയ്ക്ക് കുഴപ്പം പിടിച്ചതാണോ? ഇങ്ങനെയുള്ള ഒരുപാട് തലങ്ങളുള്ളൊരു വിഷയമാണിത്. ഇപ്പോൾ ഏതിൽ ഫോക്കസ് ചെയ്യണമെന്നറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം പറയാം ആദ്യം. സാധാരണ എല്ലാവരും പറയാറുണ്ട് ഈ ജേർണലിസം എഴുത്തിന് വലിയ തടസ്സമാണ് എന്ന് പറയാറുണ്ട്. അതായത് ജേർണലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്, നിങ്ങൾക്ക് പിന്നെ സാഹിത്യമൊന്നും പറ്റൂല എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പം ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ഫിക്ഷനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എഴുതുകയൊന്നും ചെയ്യുന്ന ഒരാളല്ല. ബേസിക്കലി ജേർണലിസ്റ്റാണ്. അതോടൊപ്പം നമ്മൾ ഇത്തരം ട്രാവൽ, ഓർമ്മകൾ അങ്ങനെയൊക്കെ എഴുതുന്നു എന്നേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ വലിയ റൈറ്റേഴ്സൊക്കെ ജേർണലിസ്റ്റുകളായിരുന്നു. അതങ്ങോട്ട് തുടങ്ങി എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ മാർക്കേസ്, ഹെമിംഗ്വേ, എം.ടി. വാസുദേവൻ നായർ, നമ്മുടെ ഒ.വി. വിജയൻ, ഒരുവിധം എല്ലാവരും നല്ല ജേർണലിസ്റ്റുകളായിരുന്നു. ജേർണലിസ്റ്റ് ആയതുകൊണ്ട് എഴുത്തുകാരനാവണമെന്നില്ല, എഴുത്തുകാരൻ ആവുന്നതുകൊണ്ട് ജേർണലിസ്റ്റ് ആവാണ്ടിരിക്കേണ്ട കാര്യവുമില്ല. ഇത് രണ്ടും ഒരു ആൻറ്റി ചേംബർ ആയിട്ടുള്ള സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മുടെ ജേർണലിസം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പലവിധ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ UK കുമാരുണ്ട്, അദ്ദേഹം കേരളകൗമുദി ജോയിൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ UK ആണ് പലപ്പോഴും നമ്മളുടെ കോപ്പിയൊക്കെ, അന്നൊക്കെ നമ്മൾ ഈ വാരി വലിച്ച് എഴുതുമല്ലോ, UK ആണ് നമ്മളുടെ കോപ്പിയൊക്കെ പലത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അന്ന് പറഞ്ഞു തന്നിരുന്നു. കാരണം വേർഡ് എങ്ങനെ എഡിറ്റ് ചെയ്യണം, സ്പേസ് എങ്ങനെയാണ്, സ്പേസിങ് എങ്ങനെ, ഇത് നമ്മുടെ എഴുത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മാർക്കേസ് പറയുന്നത് ഇതൊരു ആശാരിപ്പണി പോലെയാണെന്നാണ് എഴുത്ത്. പുള്ളിയാണ് പറഞ്ഞത് ഇതൊരു ഏറ്റവും ഏകാന്തമായ തൊഴിലാണ്, ഇതൊരു ആശാരിപ്പണി പോലെയാണ്. മറ്റേ ഗിരീഷ് പുത്തഞ്ചേരി പാട്ട് എഴുതുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, പകുതി പ്രതിമയും ബാക്കി ഗിമ്മിക്കോ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇതൊരു ടൂളായിട്ട് പഠിച്ച് എഴുത്തിൻ്റെ പല താളങ്ങൾ, എഴുത്തിൻ്റെ പിന്നെ സ്പേസിങ് എങ്ങനെയാണ്, വാചകങ്ങൾ എങ്ങനെയാണ്, ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു സംഗതിയാണ് ഈ ജേർണലിസം എഴുത്തിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ കാണുന്നു, ഒരുപാട് ജീവിതങ്ങൾ കാണുന്നു, പല തരത്തിൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടിങ്ങിലൊക്കെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എത്രയോ തരത്തിലുള്ള മനുഷ്യരുമായിട്ട് ഇടപെടേണ്ടി വരുന്നു. അത്തരം സ്റ്റോറീസ് തന്നെ ഒരുപക്ഷെ നമ്മൾ എഴുതുന്ന വലിയ ഫിക്ഷനേക്കാളും വലിയ ഫിക്ഷനായിരിക്കും പലരെയും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ റിപ്പോർട്ടിംഗ് ലൈഫിലുണ്ട്. അത് ഞാൻ പിന്നീട് പലതവണ എഴുതിയിട്ടുണ്ട്. ഇതൊരു എഴുത്തിൻ്റെ ഒരു ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പലതും എഴുതിയിട്ടുള്ളത്. ട്രാവൽസ് അല്ലെങ്കിൽ മെമ്മേഴ്സ്, ഇൻ്റർവ്യൂസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ പുതിയ പുസ്തകത്തിൽ ഞാൻ അരുൺ ഷൂരി സാർ എഴുതി, ഷൂരി സാറുമായിട്ട് യാദൃച്ഛികമായിട്ട് പരിചയമാവുകയും അതും ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ 2 സൈൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പിൻചട്ടയിൽ കാണുകയും അതിനെപ്പറ്റി ഞാൻ വീക്കെൻഡിൽ ഇതെന്താണെന്ന് അന്വേഷിച്ച് പോവുകയും അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ സെറിബ്രൽ പാൾസി എൻ്റെ പ്രായമാണ്, 47 വയസ്സ് മറ്റായി, ഇതുവരെ മിണ്ടിയിട്ടോ അല്ല, അങ്ങനെ വീൽ ചെയറിലാണ്. അത് വെച്ച് ഞാൻ വീക്കെൻഡിൽ ഒരു കവർ സ്റ്റോറി ചെയ്യുകയും ആ കവർ സ്റ്റോറി വന്ന അന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുമ്പം എനിക്ക് കോൾ വരികയാണ്, ഇസ് ശ്രീകാന്ത്, യെസ് ഐ ആം അരുൺ ഷൂറി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ ആരെയും വിളിക്കുന്നത്, അരുൺ ഷൂറി നമ്മളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ ട്രെയിനിലായതുകൊണ്ട് ഭയങ്കര സൗണ്ടായിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ട്രെയിനിലാണ്, നാളെ സംസാരിക്കാം, അഥവാ ഇനി പറ്റിക്കാൻ വെച്ചാൽ പൊട്ടെന്ന്. പക്ഷേ പിറ്റേന്ന് കൃത്യം പുള്ളി 10 മണിക്ക് വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എഴുതിയതിനെ പറ്റി ഞാൻ അറിഞ്ഞു, ഞാൻ വായിക്കാൻ അറിയില്ല, എൻ്റെ മകനെ, ഞാൻ പലരും എഴുതിയിട്ടുണ്ട്, എൻ്റെ മകനെയും ആരും എഴുതിയിട്ടില്ല, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അന്ന് നമുക്ക് ആ 2 സൈൻസിൻ്റെ ട്രാൻസ്ലേഷൻ വിത്തൗട്ട് റോയൽറ്റി അദ്ദേഹം മാതൃഭൂമിക്ക് തന്നു, നമ്മളത് ഇറക്കി, അതിൻ്റെ പ്രകാശനത്തിന് അദ്ദേഹം വന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ് പിന്നെ വളർന്ന് അദ്ദേഹത്തിനെ പറ്റി പല സാധനങ്ങളും പല സ്ഥലത്തും എനിക്ക് എഴുതാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മകൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതൊക്കെ നമ്മൾ ജേർണലിസ്റ്റിക് ലൈഫിലുള്ള കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ജേർണലിസവും പിന്നെ എഴുത്തും, ഇപ്പോൾ ഹെമിംഗ്വേയുടെ തന്നെ ബൈലൈൻ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ ആ ഫിക്ഷനൊക്കെ എഴുതിയ ഹെമിംഗ്വേ ആണോ എന്ന് തോന്നുന്നു. കാരണം വളരെ സാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ക്രിസ്മസിനെ പറ്റിയൊക്കെ ഞങ്ങളെല്ലാം ഈ 3-ാം പേജിലൊക്കെ നമ്മൾ എഴുതുന്ന സ്റ്റോറീസില്ലേ, ക്രിസ്മസ് വന്നു, അതൊക്കെ ഹെമിംഗ്വേ എഴുതുമ്പോൾ ഉള്ളൊരു ഭംഗി വേറെയാണ്. അതുപോലെ
മാർക്കേസ് കാരക്കാസ് വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു പീസുണ്ട്. അത് ഒരു ടൗണിൽ വെള്ളം തീർന്നു പോകുന്നതാണ്. ഞങ്ങളെല്ലാം അത് എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് കുടിവെള്ളക്ഷാമം രൂക്ഷം അല്ലേ, ഓക്കെ, എല്ലപ്പോഴും അതിൻ്റെ ഹെഡിങ് കോഴിക്കോട് കുടിവെള്ളക്ഷാമം രൂക്ഷം. അങ്ങനെ ഇത് പക്ഷേ മാർക്കേഴ്സ് എഴുതിയിരിക്കുന്ന കാരക്കാസ് വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റിൽ ഒരാൾ, അയാൾക്ക് ഷേവ് ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ ഇയാൾ ഭയങ്കര പ്രശ്നമായി, രാവിലെ ഷേവ് ചെയ്യണമാണ്. അപ്പോൾ വെള്ളമില്ല നഗരത്തിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ നടന്നു പോകുമ്പം ഒരാൾ ചെടി നനയ്ക്കുന്നു വെള്ളം കൊണ്ട്. അത് കാണുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും, ഇയാൾ തിരിച്ചു വരും. പിന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എഴുതുന്നത് മുഴുവൻ ഒറിജിനലി നമ്മൾ പത്രത്തിൽ എഴുതും പോലെ എലികൾ ചത്തുപോകുന്നു, ഒരു നഗരത്തിലെ കോർപ്പറേഷൻ്റെ പ്രശ്നം, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആ സ്റ്റോറികൾ പുള്ളി അവസാനിപ്പിക്കുന്നത് ഇയാളിങ്ങനെ ഒരു സ്വപ്നം കണ്ട് തളർന്ന് കിടക്കുകയാണ്, ചൂടും വെള്ളമില്ല. പെട്ടെന്ന് താഴെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു ബഹളം കേൾക്കുകയാണ്. അപ്പോൾ പുള്ളി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആളുകൾ മുഴുവൻ സ്ട്രീറ്റിലുണ്ട്. ഒരു മഴയുടെ തുള്ളി ഇയാളെ മുഖത്ത് വീഴുകയാണ്. മഴ വന്നു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി അവസാനിപ്പിക്കുന്നത്. ഈ സാധനം ഒരു നല്ല ലിറ്റററി പീസാണ്, പക്ഷേ സംഗതി വെള്ളം പോയതാണ്, വെള്ളം ഇതിൽ ഇല്ലാത്തതായി പോയതാണ്. ഇത് ഒരു ലിറ്ററേച്ചറാണോ അല്ല ജേർണലിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഇത് നമ്മളെ പത്രത്തിൽ ഇപ്പോൾ കൊടുത്താൽ വരില്ല കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സുഖമുണ്ടോ നോക്കും, മര്യാദയ്ക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷം എഴുതി തരാൻ പറയും. അപ്പം മാർക്കേഴ്സ് എഴുതുമ്പോൾ അതിന് വേറൊരു സാധനം വന്നു. എന്നിട്ട് മാർക്കേഴ്സിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, പിന്നെ മാർക്കേഴ്സിനെ പറ്റിയിട്ട് അവരുടെ വെള്ളമടി ഫ്രണ്ട് ഉണ്ട് പുള്ളിയെ, ഇവന്മാരെല്ലാം കൂടി ഒരു പുസ്തകം എഴുതിയിട്ട്. അപ്പോൾ ഇവന്മാർ പറഞ്ഞു ഇയാൾ കൊണ്ട് വലിയ ഉപദ്രവമാണ് ഇവനെ കൊണ്ട്, ഇവൻ വെള്ളം അടിക്കാൻ പൈസ ഇടൂല. എന്നിട്ട് വന്നിട്ട് കക്ഷത്തൊരു എപ്പോഴും നോവലും ഉണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കാരക്കാസ് വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇയാൾ എഴുതിയത്? ഏതോ ഒരാൾക്ക് ഷേവ് ചെയ്യാൻ വെള്ളമില്ലായിട്ട്, ഏതോ ഒരാളല്ല, ഇവൻ തന്നെയാണത്. ഇവന് ഷേവ് ചെയ്യാൻ വെള്ളം ഇവൻ പത്രത്തിൽ റിപ്പോർട്ടായിട്ട് എഴുതാൻ. അപ്പോൾ ഏതാണ് ജേർണലിസം ഏതാണ് ഫിക്ഷൻ എന്നൊന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ് മാർക്കേഴ്സിൻ്റെ നോൺ ഫിക്ഷൻസ് വായിച്ചാൽ. ഇത് ഏതാണ് ഇയാൾ ഫിക്ഷൻ ഏതാണ് നോൺ ഫിക്ഷൻ? അതുകൊണ്ട് അയാൾ അവസാന കാലം പറഞ്ഞു ഐ എം എ ഫീച്ചർ റൈറ്റർ. മരിക്കാൻ പോകുന്നതിന് മുമ്പേ ജെറാൾഡ് മാർട്ടിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഞാൻ വെറും ഒരു ഫീച്ചർ റൈറ്റർ മാത്രമാണ്. അപ്പോൾ നമ്മളെ പല എഴുത്തുകാർക്കും ഫീച്ചർ റൈറ്റർ, പല എഴുത്തുകാരും പരിഹസിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഫീച്ചർ റൈറ്ററാണ്. ഏറ്റവും നല്ല ഫീച്ചർ റൈറ്റർമാരാണ് ഏറ്റവും നല്ല എഴുത്തുകാർ. അത് ജോൺ ഹെർസയുടെ നമ്മുടെ ഹിരോഷിമ വായിച്ചാൽ അത് 9 പേരുടെ മനസ്സിലൂടെ ഹിരോഷിമ കണ്ട ആളുകൾ, ഹിരോഷിമയിൽ പെട്ട ആളുകൾ വെച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. 90 പേജേ ഉള്ളൂ, പക്ഷെ ഒരു നോവലിനേക്കാളും ഗംഭീരമായ എഴുത്താണ്. അപ്പോൾ എവിടെ ജേർണലിസ്റ്റ് അവസാനിക്കുന്നു, എവിടെ സാഹിത്യം തുടങ്ങുന്നു എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അതാദ്യം പറയാം, ബാക്കി ഇവരൊക്കെ പറയട്ടെ, എന്നിട്ട് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ശ്രീകാന്ത് കോട്ടക്കൽ പറഞ്ഞ പോലെ തന്നെ വളരെ വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാധ്യമവും സാഹിത്യവും എന്ന് പറയുന്നത്. ഇപ്പോൾ ബെറ്റർ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും നല്ലത്. ഞാനൊരു റിപ്പോർട്ടറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ദെൻ ഫീച്ചർ റൈറ്റിംഗ്, ദെൻ ഇപ്പോൾ എഡിറ്റോറിയൽ ഡെസ്ക് ജോബാണ് ചെയ്യുന്നത്. അപ്പം അതിലുള്ള ഒരു പൊതുവെയുള്ളൊരു ധാരണ ജേർണലിസം എന്ന് പറയുന്നത് റൈറ്റിങ്ങിനെ കുറച്ചും കൂടെ എന്താ പറയുന്നത് ബെനിഫിറ്റ് ആവുന്ന ഒരു പ്രൊഫഷനാണെന്നാണ്. പക്ഷേ അവിടെ ഡെസ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരു പ്രൊഫഷനും റൈറ്റിങ്ങിനെ സഹായിക്കുന്നതല്ല. ഇപ്പോൾ ജേർണലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്ട്രെയിൻസ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ്, മിക്കവാറും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു NS മാധവനെ എവിടെയോ എഴുതിയിട്ടുണ്ട് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ ശ്മശാനമാണെന്ന്, മറ്റെവിടെയോ പണ്ടെവിടെയോ വായിച്ചതാണ്. അപ്പം അതുപോലെ അങ്ങനെ നോക്കുമ്പോൾ ടൈം കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ്, രണ്ടിൻ്റെ റൈറ്റിങ്ങിൻ്റെ കോൺഫ്ലിക്റ്റ്, ഭാഷാപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതേ പറഞ്ഞ പോലെ ഫീച്ചറാണോ ന്യൂസ് റിപ്പോർട്ടിങ്ങിന് വേണ്ടത് എന്നുള്ള ആ കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ ചെയ്യുന്നത്, ഇപ്പം ഞാനതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്, നമുക്ക് ജേർണലിസം കൊണ്ട് എടുക്കാവുന്ന കാര്യം എന്നുള്ള വെച്ച് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ടെക് ഫീൽഡിലുള്ള ഒരാൾക്കോ ഒരു മെഡിസിൻ ഫീൽഡിലുള്ള ഒരാൾക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ ന്യൂസ് സ്റ്റോറീസ്, ഇപ്പോൾ അവർ ചിലപ്പോൾ സെലക്റ്റീവ് റീഡിംഗ് ആയിരിക്കും നടത്തുന്നത്, പക്ഷെ നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന വേൾഡ് ന്യൂസ് തൊട്ട് അറ്റ്മോസ്റ്റ് ലോക്കലായിട്ടുള്ള ഓരോ സംഭവങ്ങളും വരുമ്പോൾ ഒത്തിരി ഡേറ്റ കിട്ടുന്നുണ്ട്, ന്യൂസ് സ്റ്റോറീസ് കിട്ടുന്നുണ്ട്. അപ്പം അതിനെല്ലാം നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാം, ഫിക്ഷൻ ഉണ്ടാക്കാം എന്ന് പറയുന്നില്ല. ചില സംഭവങ്ങളൊക്കെ ചിലപ്പോൾ റിയൽ സ്റ്റോറീസൊക്കെ ഫിക്ഷനേക്കാൾ വലിയ ഫിക്ഷനായിട്ട് നമുക്ക് തോന്നുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് സ്റ്റോറി കാണുമ്പോൾ ഒരു ബൈ ഹാബിറ്റ് നമുക്ക് എപ്പോഴും തോന്നുന്ന വാട്ട്സ് ബിഹൈൻഡ് ദാറ്റ് സ്റ്റോറി എന്ന് നോക്കുന്നതാണ്. അപ്പം
അപ്പം അങ്ങനെ നോക്കി ഞാൻ എഴുതിയ എനിക്ക് ട്രിഗറായിട്ട് കിട്ടിയ കുറേ സ്റ്റോറി ഐഡിയാസ് ഉണ്ട്. അത് എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ റൈറ്റർ ആണെന്നില്ല, ആ ജേർണലിസ്റ്റിക് സ്കില്ലിൻ്റെ കൂടെ അതൊരു എനേബിൾ ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ട് അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്ത എൻ്റെ ഒരു കഥ റോബർട്ട്സൺ പേട്ട് എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അത് കോലാറിലെ ഖനികളിൽ ഒരു ചെറിയ സ്നിപ്പറ്റ്, ഞങ്ങൾ ഷോർട്ട് ടേക്സ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ഇത്ര പോകുന്ന ന്യൂസ് സൈറ്റായിട്ട് വന്നൊരു സ്റ്റോറിയാണത്. അപ്പോൾ 4 പേര് കോലാറിലെ ഖനികളിൽ പോയിട്ട് മരിച്ചു. അതായത് ആ കുഴിയിൽ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളതാണ് സ്റ്റോറി. അപ്പം അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ന്യൂസ്, 4 പേര് ഇത് പ്ലാൻ ചെയ്തിട്ട് അതിലിറങ്ങി, വലിയ ആഴക്കണക്കിന് അടി ആഴമുള്ള അതിലിറങ്ങി. പക്ഷെ അയാളുടെ മകൻ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് പോലീസിൽ പറയുന്നതിന് മുമ്പ് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളും ഇറങ്ങി. അപ്പോൾ ബൈ ചാൻസ് അയാൾ അതിലിറങ്ങി, അയാൾ മരിച്ചു എന്നുള്ള ആ ഒരു ട്രിഗറിലാണ് ഞാൻ ഈ റോബർട്ട്സൺ പേട്ട് എന്ന് പറഞ്ഞൊരു കഥ എഴുതുന്നത്. പിന്നെ അതേപോലെ മറ്റു ചില കഥകളിൽ കൊറിയൻ കിംചി എന്ന് പറയുന്നൊരു കഥ, അതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് ഡൽഹിയിൽ നടന്നൊരു സംഭവമാണ്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ വെട്ടി നുറുക്കി ഫ്രീസറിൽ വെച്ചു എന്നുള്ളത്. അപ്പം അതുപോലെ പറയുന്നത് കഥയല്ല, അതൊരു ന്യൂസ് സ്റ്റോറി മാത്രമാണ്, ഒരു സ്ത്രീ ഭർത്താവിനെ കൊന്നു എന്ന് പറയുന്നത്. പക്ഷെ അവർ ആ പ്രോസസ്സിലൂടെ കടന്നുപോയത്, അതിൻ്റെ മെൻ്റൽ സൈക്കോളജിക്കൽ അനാലിസിസ് പോലെ നമ്മൾ എഴുതുമ്പോഴാണ് അത് ഒരു ഫിക്ഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കഥ ഡേറ്റയെ ഫിക്ഷനിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു ടീച്ചിങ്ങോ അല്ലെങ്കിൽ മെഡിസിൻ പ്രൊഫഷൻ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് പ്രൊഫഷനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് ജേർണലിസം പ്രൊഫഷൻ തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഡേറ്റ ഉണ്ട് എഴുതാനുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് ആർട്ടിക്കിൾ എഴുതുന്നതിലും ഈ 5 Ws, വാട്ട്, വെൻ, വൈ, ഹൂ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് എസ്പെഷ്യലി ക്രൈം ഫിക്ഷനിലൊക്കെ വരുന്നത്. അത് ആ 5 Ws കറക്റ്റായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്രൈം ഫിക്ഷനും ആയി. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്ന രീതിയിൽ ജേർണലിസ്റ്റിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ടൈമിങ് ഇല്ല, പിന്നെ നമ്മുടെ ലാംഗ്വേജ് രണ്ടും മിക്സപ്പ് ആവരുത്. പത്രഭാഷ ഫിക്ഷനിൽ കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാഹിത്യ ഗുണമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിന് ഡെലിബറേറ്റായിട്ടുള്ളൊരു എഫേർട്ട് എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും വിഷയത്തെ ആണ് കുഴപ്പം പിടിച്ചത് അല്ലേ? അങ്ങനല്ല, മാധ്യമവും സാഹിത്യവും ഒന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷനും അതിൻ്റെ വൈപല്യവും വരുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് മാധ്യമ പ്രവർത്തനവും സാഹിത്യവും എന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ശരിക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം സാഹിത്യത്തെ എന്നെ സഹായിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട പ്രൊഫഷനുകൾ എന്ന് പറയുന്നത്, ഒന്ന് അധ്യാപനവും പത്രപ്രവർത്തനമാണ്. അക്ഷരവുമായി ബന്ധമുള്ള ഈ 2 രംഗങ്ങളാണ് മലയാളത്തിലായാലും സാഹിത്യത്തിന് ഏറ്റവും അടുത്ത് ആദ്യകാലത്തും ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയാം. കാരണം നല്ല സാഹിത്യം ഉണ്ടാക്കാൻ സഹായിച്ചത് നല്ല പത്രാധിപന്മാരായിരുന്നു. അവരൊരിക്കലും പല പത്രാധിപന്മാരും സർഗാത്മക സാഹിത്യത്തിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടിയവരാവണമെന്നല്ല, അങ്ങനെ എഴുതിച്ചവരുമായിരിക്കണമല്ല. പക്ഷേ നല്ല സാഹിത്യം കണ്ടെത്താനുള്ള കഴിവും സാമർഥ്യവും അവർ പ്രകടിപ്പിച്ചിരുന്നു. നമുക്ക് കെ ബാലകൃഷ്ണൻ നിന്ന് തുടങ്ങിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഉത്തമമായ സാഹിത്യകാരന്മാരെ കണ്ടെത്തുക എന്നായിരുന്നു. ആ പ്രവണതയിൽ നിന്നാണ് ഒരുപാട് പുതിയ എഴുത്തുകാരും പുതിയ രചനകളൊക്കെ രൂപപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരു വിപ്ലവകം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രവൃത്തി, ജീവിതം തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. ആ കെ ബാലകൃഷ്ണൻ തുടങ്ങുന്നു മാധ്യമങ്ങളിൽ നിന്നും നല്ല സാഹിത്യവും തമ്മിലുള്ള ബന്ധം. അടുത്തൊന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ഈ പത്രക്കാരൻ്റെ രചനയും അല്ലെങ്കിൽ ഒരു പത്ര റിപ്പോർട്ടർ ഉണ്ടാക്കുന്ന റിപ്പോർട്ടും ഒരു നല്ല സാഹിത്യ രചനയും തമ്മിലുള്ള വ്യത്യാസം. ഒരു പത്രക്കാരൻ്റെ ഒരു സംഭവം അറിയുമ്പോൾ അദ്ദേഹം എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല എഴുത്തുകാരൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു, ഭാവനയിൽ അതിൽ മറ്റു പല ഭാഗങ്ങളും ഉണ്ടാക്കി ഒരു സാഹിത്യരചനയായി മാറ്റുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഒരു റിപ്പോർട്ടർക്കത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫാക്ട്സ് അല്ലാതെ മറ്റൊന്ന് കടത്തിവിടാൻ സാധ്യമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ആ പത്രഭാഷ
മാറി നിൽക്കുന്നു. അതേ പത്ര റിപ്പോർട്ടർ തന്നെ നല്ല കഥകൾ എഴുതുമ്പോൾ അദ്ദേഹം മറ്റൊരു ഭാഷ സ്വീകരിക്കുന്നു. ഈ ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ ഒരു നല്ല പത്ര റിപ്പോർട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എം പി നാരായണപിള്ള എടുത്താൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വളരെ ഷാർപ്പായിരുന്നു. അദ്ദേഹം ഒരു വിഷയം ത്തെ സമീപിക്കുമ്പോൾ ആ ഭാഷ ഒരു പത്രഭാഷയല്ല, അതേസമയത്ത് സാഹിത്യത്തിൻ്റെ ഉന്നത തലം തൊടുന്നു എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം നല്ല രചനകൾ, നല്ല ലേഖനങ്ങൾ ഓരോ വിഷയത്തെക്കുറിച്ചും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാലത്ത് ഡൽഹിയിലുണ്ടായിരുന്ന പ്രമുഖ എഴുത്തുകാർ ഒ വി മജി മുതൽ ഇങ്ങോട്ട് എം മുകുന്ദൻ, കാക്കനാടൻ, സക്കറിയ, ഇവരൊക്കെ ഭയങ്കരമായ കഥകൾ മാതൃഭൂമിയിലാണെന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു തമാശക്കാരൻ കൂടിയാണ് എം പി നാരായണപിള്ള. അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഈ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുന്നതിന് പകരം എനിക്കെന്തുകൊണ്ട് കഥ എഴുതാൻ പറ്റില്ല എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരൊന്ന് പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കഥയിലേക്ക് കടക്കുകയാണ്. അത് കള്ളൻ എന്നൊരു കഥയാണ്. ആ കള്ളൻ എന്ന കഥയുടെ ഭാഷ നമുക്കിപ്പോൾ അതെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ ഒരു കള്ളൻ്റെ പെരുമാറ്റം, കള്ളൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ ഒരു കള്ളൻ എന്തൊക്കെയാണ് വേണ്ടത്, ഇതെല്ലാം ഈ കഥയിൽ അദ്ദേഹം സ്വാംശീകരിച്ച് ആരെയും ആകർഷിക്കുന്ന ഒരു ഭാഷയിൽ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. വിശന്നിട്ടാണ് ഈ കള്ളൻ ഒരു വീടന്വേഷിച്ച് കാണുകയും അവിടെ അവസാനം അവിടുന്ന് ഭക്ഷണം കിട്ടി അവിടെ കിടന്നുറങ്ങി പോവുകയും വീട്ടുകാരൻ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സ്ഥിതി മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഈ കഥ, കള്ളൻ എന്ന കഥ സത്യത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കണമെന്ന് കൊടുക്കാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. ഒരു കഥയാണോ ഇത് എന്ന് അദ്ദേഹത്തിന് സംശയം വന്നു. അങ്ങനെ അദ്ദേഹം അത് എത്രയോ കാലം സൂക്ഷിച്ചു. അത് കണ്ടെടുത്തത് ഒരു പത്രക്കാരനാണ്, നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾക്ക് ആദരിക്കുന്ന BRP ഭാസ്കർ സാർ. ഭാസ്കർ സാറാണ് ഈ കള്ളൻ എന്ന കഥ കണ്ടുപിടിച്ച് എടുത്ത് പ്രസിദ്ധീകരിച്ചത്. അതിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് നാരായണപിള്ള തന്നെ പറയുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ കഥയാണ് കള്ളൻ. ആദ്യം പ്രസിദ്ധീകരിച്ചതും പ്രായപൂർത്തിയായതിനു ശേഷം എഴുതിയുമായ കഥയാണ്. അതുകൊണ്ട് ആ കഥയോട് എനിക്ക് അല്പം പ്രിയം തോന്നുക എന്നത് സ്വാഭാവികമാണ്, ക്ഷന്തവ്യവുമാണ്. പക്ഷേ ഈ കഥ ഞാൻ അയച്ചാൽ ഏതെങ്കിലും പത്രാധിപർ തിരിച്ചയക്കുമോ എന്ന് കരുതി ഞാനിത് എൻ്റെ പോക്കറ്റിൽ കുറേ നാൾ സൂക്ഷിച്ചു നടന്നു. അവസാനം അത് കണ്ടെടുത്തത് ബാബു രാജേന്ദ്ര പ്രസാദ് എന്ന എൻ്റെ സുഹൃത്താണ്. അതാണ് BRP ഭാസ്കർ. ആ കഥ പ്രസിദ്ധീകരണത്തിൽ നിന്ന് ആ നാരായണപിള്ള പിന്നെ നമ്മളെ സംഭ്രമിപ്പിച്ച നിരവധി കഥകൾ, മുരുകൻ എന്ന പാമ്പാട്ടി പോലെയുള്ള കഥകൾ, അതേപോലെ എത്രയോ കഥകൾ വന്ന് അദ്ദേഹം ഒരു പട്ടിയെ നായകനാക്കിക്കൊണ്ടുള്ള പരിണാമം എന്ന നോവൽ പോലും എഴുതിയ ഒരാളാണ്. അപ്പോൾ പത്രഭാഷയും സാഹിത്യ ഭാഷയെയും ഇത്രയധികം സമന്വയപ്പെടുത്തിയ ഒരു എഴുത്തുകാരൻ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങൾ തന്നെ ഒരു കഥയിൻ്റെ രൂപത്തിൽ, പക്ഷേ ഒരിക്കലും അതിൽ അനാവശ്യമായ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഒന്നുമില്ലാതെ കഥയെ വളരെ സമഗ്രമായി സമീപിച്ചുകൊണ്ട് ഒരു പത്രക്കാരന് എങ്ങനെ നല്ല കഥ എഴുതാൻ പറ്റും എന്ന് കാണിച്ചു തന്ന ഒരാളാണ് നാരായണപിള്ള എന്ന് പറയാം. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കഥകളും ഒരുപോലെ വായനക്കാരെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വ്യത്യസ്തനാണ്. ഈ മാധ്യമത്തെയും സാഹിത്യത്തെയും സമന്വയിപ്പിച്ച ഒരു പ്രമുഖനെന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഏതായാലും അടുത്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പോവാം. ഇനിയിപ്പം ബിന്ദു ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ഇൻകൺവീനിയൻസ്. ആക്ച്വലി ഇപ്പോൾ അതെ, ടു സം എക്സ്റ്റെൻറ്റ് അത് തന്നെയാണ് കാരണം. കാരണം ഞങ്ങൾ 45 മിനിറ്റ്സ് എടുക്കേണ്ടത് 2 മണിക്കൂറിലധികം എടുത്തു ഇവിടെ എത്താൻ. ആക്ച്വലി നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മാധ്യമവും സാഹിത്യവും എന്നുള്ളതാണല്ലോ. ഈ 2 വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതും ഡീപ്ലി കണക്റ്റഡും ആയ വിഷയങ്ങളാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് എഴുത്തിലേക്ക് വന്ന കുറേ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ ഒന്നാമതായി പറയാൻ പറ്റുന്നത്
മാർക്കേസ് ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഐ ഫോർഗോട്ട് ഹിസ് നെയിം, ഒരു മേജർ പുസ്തകം പത്രപ്രവർത്തനത്തിന് ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേ, പിന്നെ ജോർജ് ഓർവെൽ തുടങ്ങിയ വിഖ്യാത എഴുത്തുകാരും അവർക്കും പത്രപ്രവർത്തനത്തിൻ്റെ ബേസാണുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യം എടുത്താലും നമുക്കറിയാം ഖുഷ്വന്ത് സിംഗ് അദ്ദേഹത്തിൻ്റെ റോഡ് ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ നോവലിനെ ബേസ് ചെയ്തത് ജേർണലിസം ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം. പിന്നെ എന്തിന് നമ്മൾ കേരളത്തിൽ ഉദാഹരണം എടുത്താലും നമുക്കറിയാം എം ടി വാസുദേവൻ നായർ മാതൃഭൂമി സബ് എഡിറ്ററായിട്ടായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത്. പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപസ്ഥാനം വരെ എത്തിയ ഒരു വിഖ്യാത എഴുത്തുകാരനാണ് എം ടി. നമുക്ക് പിന്നെ എം ടിയുടെ സാഹിത്യ സംഭാവനകളെ കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മലയാളത്തിൽ നിന്ന് എടുത്ത് പറയാനാണെങ്കിൽ GR ഇന്ദുഗോപൻ, പിന്നെ നമുക്കറിയാം KR മീര. അവർ രണ്ടുപേരും മനോരമ പത്രത്തിൽ വർക്ക് ചെയ്താണ്. അതിന് ശേഷമാണ് അവർ എഴുത്തിലേക്ക് വന്നത്. പിന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെട്ട ഈ 3 പേരും നമുക്കറിയാം എന്താ പറയുക, അതേ പാത പിന്തുടരുന്നവരാണ്. ഇപ്പം ശ്രീകാന്ത് കൊട്ടകലായാലും അഷിത, പിന്നെ വിഷ്ണുമംഗലം സാറായാലും പത്രപ്രവർത്തനത്തിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പിന്നെ ഇപ്പം എഴുത്തിലേക്കും കൂടെ വന്നെത്തിയ ആൾക്കാരാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ശ്രീകാന്ത് സാറിൻ്റെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ള ആ ഒരു അറിവിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ? കൂടുതൽ യാത്രാ വിവരണങ്ങളാണല്ലോ എഴുതിയത്. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യൻ യാത്രകൾ, പിന്നെ ഓർബയുടെ സഞ്ചാരങ്ങൾ എന്നിവ ഏതെടുത്താലും അതിൽ നമുക്ക് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാൻ പറ്റുന്നു. അപ്പോൾ അതിനകത്തൊരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് അലയുന്നവൻ്റെ ആത്മഭാഷണങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഇപ്പം മഹാത്മാഗാന്ധി നടന്നുപോയ വഴികൾ, അപ്പോൾ ഗാന്ധിയുടെ വഴികളുടെ ഒരു പുനർയാത്ര ചെയ്ത് തയ്യാറാക്കിയ ഗാന്ധി നടന്ന വഴികളിലൂടെ, അതൊരു പുസ്തകം. പിന്നെ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയും ജീവിതവും ആസ്പദമാക്കി അന്തിക്കാട്ടുകാരുടെ ലോകങ്ങൾ. പിന്നെ മെയിനായിട്ടൊരു പുസ്തകം എന്ന് പറയുന്നത് ഇന്നസെൻറ്റിൻ്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ക്യാൻസർ വാർഡിലെ ചിരി. അപ്പോൾ അതിലൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടതൊന്നും ശരിയായ കാഴ്ചയല്ല, നമ്മൾ കാണേണ്ട രീതിയിലല്ല ആ കാഴ്ചകളെ കണ്ടെത്തുന്നുള്ള ഒരു കണ്ടെത്തൽ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ കണ്ടെത്തലിനെ നമ്മൾ ഈ മാധ്യമപ്രവർത്തനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ പറഞ്ഞ യാത്രകൾ മുഴുവൻ മാധ്യമപ്രവർത്തനവുമായി ബന്ധമുണ്ടോ? ചിലതൊക്കെ ഞാൻ ഓഫീസിന് വേണ്ടിയിട്ട് പോയതാണ്, ചിലത് ഞാൻ അല്ലാതെ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പോയതാണ്. പിന്നെ ഇന്നസെൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തതൊക്കെ അതും ഓഫീസിന് വേണ്ടി ചെയ്തതാണ്. ക്യാൻസർ വാർഡിൽ ചിരി എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് ഏകദേശം മരിക്കാൻ തയ്യാറായപ്പോൾ ഏകദേശം അയാൾ ക്യാൻസർ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മറ്റേ സൂക്കേടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു. ഞാൻ ഏത് സൂക്കേട്? ക്യാൻസർ എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആ പുസ്തകത്തിൽ ഇപ്പോൾ കവറിൽ കാണിക്കുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ട് അടച്ചിങ്ങനെ കർട്ടൻ ഇട്ടൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, മെലിഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇനി അധികം കാലം ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ ഗംഗാരം പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ശരിയാവില്ല സംസാരിക്കാം, നമുക്കൊരു ഹോട്ടലിൽ പോകുന്നുണ്ട്. ഹോട്ടലിൽ പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുള്ളി ഒരു മീൻകറിയൊക്കെ വാങ്ങി ചോറൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് ഞാൻ ഇടയ്ക്ക് വരാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഒരാഴ്ച വിളിച്ചില്ല പുള്ളിയെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി
പിന്നെ വിളിച്ച്, പിന്നെ ഒരു വിവരവും കേൾക്കാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി, അല്ല എവിടെയാണ്, ഞാൻ ലേക്ക് ഷോറിലാണ്. എന്താ നിന്നെ കണ്ട് ആ ഊണ് കഴിച്ചോടുകൂടി എനിക്ക് 2 ലക്ഷം റുപ്യ നഷ്ടമായി പറഞ്ഞു. കാരണം വീണ്ടും ഇത് പ്രശ്നമായി ഈ മീനൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അവസാനം ഞാൻ വീണ്ടും വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ പിന്നെ ഞങ്ങൾ ദിവസവും സംസാരിക്കാൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ പറയും. അങ്ങനെ അവസാനം പുള്ളിയെ നോക്കിയ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഓർമ്മകളൊക്കെ എഴുതി വെക്കാം, എന്തെങ്കിലും ഓർമ്മ ആവുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയാം, ആ ഡോക്ടറുണ്ട്, അവർക്ക് ക്യാൻസർ വന്നു. അപ്പോൾ പുള്ളിയുടെ വൈഫിന് ക്യാൻസർ വന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് ക്യാൻസർ, എൻ്റെ ഡോക്ടർക്ക് ഇവർക്ക് ക്യാൻസർ, വൈഫിന് ക്യാൻസർ, ഇനി നിനക്കും കൂടി ഇത് വന്നാൽ ആരപ്പോൾ ഇത് എഴുതാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു രസം, നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ പുള്ളി അതിൻ്റെ അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ വൈഫിൻ്റെയും കൂടി ആയതുകൊണ്ട് ലാഭമാണെന്ന് പറഞ്ഞു പുള്ളി, 2 കൂടി ഒരു പാക്കേജ് പോലെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനൊരു ഭയങ്കര രസം വന്നു. പിന്നെ ഇദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ വന്നു തുടങ്ങി, ഉമ്മൻചാണ്ടി അവരും ഇവരുമൊക്കെ വരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതൊരു ഹാരമായി, കുറേ ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട്, ക്യാൻസർ ആയാലും തിരക്കേടില്ല എന്നുള്ള ലൈനിൽ പുള്ളി ഇങ്ങനെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ സംസാരിച്ചു. പിന്നെ പുള്ളിക്ക് മാറിക്കഴിഞ്ഞ് ഈ പുസ്തകം ഇറക്കി. അപ്പോൾ ഞാൻ നൗഷാദ് പറഞ്ഞു അതിൻ്റെ റോയൽറ്റി ഒന്നും വേണ്ട, അത് ഇന്നസെൻ്റ് ഏട്ടനല്ലേ, അതൊരു എഡിഷൻ കഴിഞ്ഞാൽ അത് ചത്തു പോകും. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് 1 ലക്ഷം കോപ്പി അടിച്ചു. 1 ലക്ഷം കോപ്പി അടിച്ചു. അതങ്ങോട്ട് വേറൊരു ലൈഫിലേക്ക് പോയി. അതെന്താ വെച്ചാൽ അത് നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്തത് അതൊക്കെ. പക്ഷേ ഈ ചില യാത്രകൾ, എനിക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാനും ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷേ പോയ കാര്യങ്ങൾ മുഴുവനൊന്നും എഴുതാറില്ല. നമുക്കിപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ യാത്രാവിവരണം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒരുവിധം എല്ലാവരും എഴുതുന്നുണ്ട് യാത്രാവിവരണം. ഹിമാലയൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. എല്ലാവരും ഹിമാലയത്തിനെ പറ്റി ഈ പാക്കേജ് ടൂറിന് പോകുന്നു, അവിടുന്ന് തന്നെ എഴുതി തുടങ്ങും, അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ എഴുതി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി, നമ്മളിപ്പോൾ സോർബയോടൊപ്പമുള്ള സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രേഡറുടെ കൂടെ, ഒരു കച്ചവടക്കാരൻ്റെ കൂടെ, കംബോഡിയ, വിയറ്റ്നാം ഒക്കെ, ഒരു സാഹിത്യബന്ധം ഇല്ലാത്തൊരു കച്ചവടക്കാരൻ്റെ കൂടെ, അത് സാഹിത്യം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇയാളുടെ കൂടെ വെജിറ്റേറിയനായ ഞാൻ ഈ യാത്ര ചെയ്തതാണ്. പിന്നെ അത് ഞാൻ എഴുതിയില്ല, കാരണം എനിക്ക് ഭക്ഷണമില്ല 10-12 ദിവസം. കാരണം അവിടെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇൻഡോ ചൈന അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഇല്ലാണ്ട് എനിക്ക് ചോറും ചെറുനാരങ്ങയായിട്ട് ഞാൻ കഴിച്ചത്. അങ്ങനെ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരും ആ യാത്ര. അപ്പോഴാണ് ഫുഡും യാത്രയും തമ്മിലൊക്കെ ബന്ധമുണ്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ 10 കൊല്ലം ഞാൻ എഴുതിയില്ലത്. പിന്നെ കോവിഡ് വന്നപ്പോഴാണ് ആ സാധനം വെറുതെ ഇരിക്കുമ്പം നമുക്ക് അന്നത്തെ ദിവസങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ എഴുതിയത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് നമുക്ക് ഓഫീസിന് വേണ്ടി എഴുതേണ്ടി വരും, ചില സമയത്ത് നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പോയി പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി ആലോചിക്കും, ആ മനുഷ്യരെ പറ്റി ആലോചിക്കും, പിന്നെ അവരെ കണ്ടതും അവർ വീട്ടിൽ പോയതും. ഇപ്പോൾ ഗാന്ധിയുടെ ഒക്കെ അങ്ങനെയാണ്. ഗാന്ധിയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗാന്ധിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടം മീൻസ് ഞാൻ ഗാന്ധിയനല്ല കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ അച്ഛൻ ഗാന്ധിക്ക് എതിരായിരുന്നു, പക്ഷേ ഗാന്ധിയുടെ എല്ലാ പുസ്തകങ്ങളും പുള്ളി കണ്ടിരുന്നു. രാവിലെ എണീറ്റ് ഗാന്ധിക്ക് നെഹ്റുവിന് ചീത്തയാണ്, ശരിയല്ല ഇയാളെന്ന് പറഞ്ഞിട്ട്, പക്ഷേ വായിക്കണം എന്ന് പറഞ്ഞു ഗാന്ധിയെ. അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഈ ഗാന്ധി ഫിലോസഫിയിൽ രസികനാണ് ഗാന്ധി എന്ന് മനസ്സിലായി. ഇയാൾക്ക് ഒരുപാട് രസയാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഗാന്ധിയുടെ ട്രാക്കിൽ ഫ്രം ഇവിടുന്ന് പോർബന്തറിൽ തുടങ്ങിയിട്ട് രാജ്ഘട്ട് വരെ അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങൾ മുഴുവൻ പോയി കണ്ട്, ആളുകളെ കണ്ട്, നാരായൺ ദേശായി കണ്ടു, ഗാന്ധി വളർത്തിയ കുട്ടിയായിട്ടുള്ള നാരായൺ ദേശായി കണ്ട് കുറേ സംസാരിച്ചു. അങ്ങനെ ട്രാവൽ ചെയ്താണ്. അപ്പോൾ ഗുജറാത്ത് പോയപ്പോഴേക്കും മനസ്സിലായത് ഒരു വിലയില്ല ഗാന്ധിക്ക് അവിടെ. വീട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ഞാൻ ചോദിച്ചു ഗാന്ധിയുടെ വീട് ഇവിടെ വളവിൽ എവിടെയാണെന്ന് തോന്നുന്നു. അപ്പം അവരെ ഇതെന്താ വെച്ചാൽ നല്ല ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റിയൊരു ചങ്ങായി, ഒരു കാര്യമില്ലാണ്ട് ഷർട്ടില്ലാണ്ട് വടിയും കുത്തി നടന്നു എന്നാണ് ഗുജറാത്തികളുടെ ഒരു സംഗതി ഗാന്ധിയെ പറ്റിയിട്ട്. സത്യമാണ്, അവർക്ക് യാതൊരു ഇതുമില്ല. പിന്നെ ഞാൻ ദണ്ഡി യാത്രയുടെ അവിടെ പോയി. ദണ്ഡി ട്രാക്കിൽ ഒരു ദിവസം രാവിലെ 4 മണിക്ക് കാർ കയറിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ തിരിച്ചെത്തിയ കാറിൽ. അത്രയ്ക്ക് ദൂരമുണ്ട് ദണ്ഡി. അപ്പോൾ സബർമതി പോയി നോക്കുമ്പോൾ അവിടുന്ന് തൊട്ടപ്പുറത്ത് ഉപ്പ് കുറുക്കുന്ന സ്ഥലമുണ്ട്. മൂപ്പർക്ക് അവിടുന്ന് കുറുക്കിയാൽ മതി. പക്ഷെ പുള്ളി ഇവരെയൊക്കെ നാട്ടത്തിച്ചിട്ടുണ്ടല്ലോ, പരിപാടി തീർത്തു. സരോജിനി നായിഡുവിനൊക്കെ ഇടങ്ങാറായിട്ടുണ്ടല്ലോ. അവസാനം അവിടെ പോയി കിടക്കാൻ സ്ഥലമില്ലാണ്ട് ഗുഹയുടെ പുസ്തകത്തിലുണ്ട് സരോജിനി നായിഡു ആകെ പ്രശ്നമായി. കാരണം അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാണ്. ഗാന്ധി അവിടെ കിടക്കുമല്ലോ. അങ്ങനെ ഇവരവസാനം ആ കടപ്പുറത്ത് എത്തുമ്പോഴേക്കും ഇവരെ പരിപാടി തീർന്ന്. അപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫർമാരൊക്കെ ലോകത്തു നിന്നൊക്കെ എത്തി ഇപ്പോഴും ആ ഫോട്ടോയിലുണ്ട്. അല്ലെങ്കിൽ ഗാന്ധിക്ക് തൊട്ടടുത്ത് ഉപ്പ് കുറുക്കാന്ന്. അത്രയ്ക്ക് ഗംഭീര കക്ഷിയാണ് ഗാന്ധി. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾ തിരക്കില്ല, എന്നാൽ മൂപ്പരെ ട്രാക്കിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഒരു 2 ഗുജറാത്തികൾ എൻ്റെ കൂടെ ഉള്ളത്. ഒരു ഗാന്ധിയെ പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ ഉപ്പ് കുറുക്കി? ആണോ, അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ആ ഉപ്പ് കുറുക്കി അങ്ങനെ എങ്ങനെയാണ്? തിരിച്ചു വരുമ്പോൾ എന്നിട്ട് ഏതൊരു ഭക്ഷണശാലയിൽ കയറിയപ്പോൾ ആ ചങ്ങാതി ചോദിക്കുക, അത് പറഞ്ഞിട്ട് അതിനെ അവസാനിപ്പിച്ചത് ഉപ്പ് അധികമായിപ്പോയി, ഉപ്പ് കുറഞ്ഞു പോയി ഈ ഭക്ഷണത്തിൽ. അപ്പോൾ ഇവൻ ചോദിക്കുക നിങ്ങൾ എന്താ ഈ ഉപ്പ് കുറച്ച് അധികം ഇടാത്തത്? ഇത് ഉപ്പിൻ്റെ വഴിയല്ലേ, കുറച്ചും കൂടി ഉപ്പിടുന്നു. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഈ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം ഗാന്ധിയാണ് കണ്ടുപിടിച്ചെന്നുള്ളത്. ഒരു പയ്യനാട്ടോ, 2 കാർ ഡ്രൈവർമാരാണ്, അവർക്കൊന്നും അറിയില്ല. ഒരു ഫോട്ടോഗ്രാഫർ ചങ്ങായി.
അപ്പോൾ ഞാൻ പറയും ഇതെല്ലാം നമ്മൾ മനുഷ്യന്മാരെ കാണാൻ പോകുന്നു. നമ്മൾ ജോലിയുടെ ജേർണലിസത്തിൻ്റെ ഒരു ഗുണം കൂടി അതാട്ടോ, മനുഷ്യന്മാരോട് ഇടപെടാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഡെസ്കിലെ ജോലി, അത് പറയുമ്പോൾ തന്നെ മാർക്കേഴ്സ് ഫുൾ ഡെസ്കിലാണ് ജോലി ചെയ്ത്, ഫുൾ രാത്രി UK ഡെസ്കിലല്ലേ അല്ലേ, ഇതൊക്കെ വെറുതെ ഒഴിവൊഴിവ് പറയാ. അപ്പോൾ മാർക്കേഴ്സ് ഫുൾ ഡെസ്കിൽ ജോലി ചെയ്തിട്ട് പകലിരുന്നിട്ട് ഏതൊരു ബ്രോത്തല്ല താമസിച്ച് ഇത് വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് ഈ എഴുതിയ പുസ്തകമാണ് പണയം വയ്ക്കുക, ഇതിവിടെ നോട്ടെന്ന് പറയും. എന്നിട്ട് അവസാനം ഈ രാത്രി മുഴുവൻ ജോലി ചെയ്ത് പകൽ എഴുതിയാണ്. അപ്പം അങ്ങനെയാണ് ഈ ജേർണലിസം മുഴുവൻ ഉണ്ടായത്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ അനുഭവമാണ്, ചിലപ്പം അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും. ജേർണലിസത്തിൻ്റെ ഒരു ഗുണം മനുഷ്യരായിട്ട് ഇടപെടാൻ പറ്റും. ഇന്നത്തെ ജേർണലിസം അതിൽ നിന്ന് എത്രയോ അകന്നു പോയി. ഇപ്പോൾ നമ്മൾ രാവിലെ ഗൂഗിളായ നമാന്ന് പറഞ്ഞിട്ട് ഇറങ്ങും, ഗൂഗിൾ നോക്കും, അല്ല. പക്ഷെ മനുഷ്യന്മാരെ കാണാനും മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോകാനും അത് തന്നെ ജേർണലിസം, അത് തന്നെയാണ് സാഹിത്യവും. എൻ്റെ എഴുത്തിൽ ഈ മനുഷ്യന്മാരോടുള്ള ഇടപെടലാണ്, ട്രാവലും ആണ് എന്നെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. താങ്ക് യു ശ്രീകാന്ത്. ശ്രീ വിഷ്ണുമംഗലം കുമാർ, നിങ്ങളൊരു 80കളുടെ മധ്യത്തിൽ തുടങ്ങിയ ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ. അപ്പം എനിക്കറിയാം വളരെ റിസ്കി ആയിട്ടുള്ള വളരെ റിപ്പോർട്ടിങ്ങൊക്കെ ഇത്രയും കാലയളവിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഇപ്പം റീസെൻ്റ്ലി ആയിട്ടാണ് ഒരു ലിറ്ററേച്ചർ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഒരു നോവല് സ്നേഹസാന്ദ്രം രവിനിവേശം എന്ന് പറഞ്ഞ നോവല് ഇപ്പോൾ കന്നഡത്തിലേക്ക് അധികം വിവർത്തനം ചെയ്തു. അപ്പോൾ ഈ നോവലത്തിൽ ഈ സാഹിത്യരംഗത്തേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്, അപ്പോൾ ഈ ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനം ആ ട്രാൻസിഷൻ പീരീഡിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ? ഇപ്പോൾ എനിക്കറിയാം വളരെ എന്താ പറയുക റിസ്കി ആയിട്ടുള്ള ക്രൈം റിപ്പോർട്ട്സ് അടക്കം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സാഹിത്യത്തിലേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനത്തിൽ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ രണ്ടിൻ്റെയും അതിർവരമ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഏതാണ്ട് ഒരു 30-35 വർഷം മുമ്പ് ഞാൻ ഈ പത്രപ്രവർത്തനത്തിലേക്ക് തുടങ്ങുന്ന കാലമാണ്. മറ്റു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കന്നഡക്കാരൻ്റെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച ഒരാളുടെ ശവസംസ്കാരം വരെ എനിക്ക് നേരിട്ട് അതോട് ബന്ധപ്പെടുകയും അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതേണ്ടി വന്നു. അതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അതിന് തുടക്കം മുതൽ അയാൾ അവർ പുറത്തുനിന്ന് മരിച്ചത് കൊണ്ട് ഒരിക്കലും അവരെ ഗ്രാമത്തിൽ കയറ്റില്ല, അവർക്ക് ബന്ധുക്കളില്ല, ഏതാണ്ട് തന്നെ അനാഥനെ പോലെ. പക്ഷേ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ആ പെൺകുട്ടിയുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ വിവരം അന്വേഷിക്കാൻ പോയാൽ എനിക്ക് അതിനെ മുഴുവൻ ചുമതലയിൽ വന്നു. ആ ശവം സംസ്കരിക്കുന്നവരെ അതിൽ ഉൾപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 5:30 വൈകുന്നേരം 5:30 മണിയാകുമ്പം കാലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഏതോ ലോകത്തു നിന്ന് ഇങ്ങ് മാറിയെന്ന മാതിരി കുറേ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും എന്തൊക്കെയോ ഇതുവരെ ഇല്ലാത്ത അതൊരു വലിയ സംഭവമാണത്. ആദ്യം ഞാൻ അതിനെപ്പറ്റി റിപ്പോർട്ട് എഴുതിയപ്പോൾ അതൊക്കെ സാധാരണ കൊടുത്തെങ്കിലും അതെന്നെ പിന്നെയും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അത് ഞാനൊരു കഥാരൂപത്തിലേക്ക് മാറ്റി എഴുതി. കഥ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഉയർന്ന നിലയിലുള്ള കഥയൊന്നുമല്ല, പക്ഷേ ഒരു നഗര യുവാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അയാളെ പിന്നെയും ഡെഡ് ബോഡിയെ പിന്നെയും കൊല്ലുന്നൊരു സംഭവമാണ്. അതായത് അയാൾ മരിച്ച ശേഷം എല്ലാ സ്ഥലത്തും അയാളുടെ ബോഡി കൊണ്ടുവന്നിട്ടെല്ലാം കൈക്കൂലിയാണ്. കൈക്കൂലി. അത് ശ്മശാനത്തിൽ കുഴി കുഴിക്കുന്നവരും കുഴി മൂടാനുള്ളവരും എന്ന് വേണ്ട എല്ലാവരും. അതൊരു കഥയായി രൂപത്തിൽ എഴുതിയിട്ട് വന്നു. അത് മലയാളത്തിൽ വന്നു, അവസാനം കന്നഡത്തിലും തെലുങ്കിലൊക്കെ വന്നിട്ടുണ്ട്. കഥ എന്ന് പറയുമ്പോൾ ഒരു ഉത്തമ കഥയൊന്നുമല്ല, പക്ഷേ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അതേപോലെ ഞാൻ ഒരിക്കൽ ഒരു കന്നഡത്തിലൊരു ടാബ്ലോയിൻ്റെ ഒരു സത്യനാരായണ എന്ന് പറയുന്ന ഒരു പത്രാധിപർ, അദ്ദേഹം ആ ടാബ്ലോയ് വിട്ടിട്ട് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണം തുടങ്ങാൻ തീരുമാനിച്ചു, പൃഥ്വി എന്ന് പറഞ്ഞിട്ട്. ആ പൃഥ്വിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഗുണ്ടൽപ്പെട്ട് വെച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ടു ഇതിൻ്റെ ആദ്യ ലക്കം പോലും ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇയാളുടെ വീട് അന്വേഷിച്ചു ചെന്നപ്പോൾ അവിടെ അദ്ദേഹം ഷിമോഗക്കാരനാണ്, ബാംഗ്ലൂർ വന്ന് താമസിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, അനീതികൾ പുറത്തു വരാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഈ പത്രം ആദ്യത്തെ ലക്കം പുറത്തു വരുന്നതിന് മുമ്പേ അദ്ദേഹം കൊല്ലപ്പെട്ടത് എങ്ങനെ എന്ന് ഞാനും അന്വേഷിച്ചു പോയി. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ആരൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ പൊതുവിലുള്ള ലേഖനങ്ങളൊക്കെ എഴുതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ്റെ ദൗത്യം ഞാൻ തുടരും. അങ്ങനെ
പിന്നെ എന്നെ കുറേ കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഈ മകൻ എത്രത്തോളം ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും അങ്ങനെ 10 വർഷത്തിലേറെ അതിൻ്റെ പിറകെ ഞാൻ പോയിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ അത് 2-3 പ്രാവശ്യം പയ്യൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിന്നെയും അതൊരു ഒരു ഒരു നമ്മളെ ഒരു പത്രക്കാരൻ എന്നതിനപ്പുറം ആ സംഭവം നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി 86 മുതൽ ഈ 2025 വരെ ആയിരക്കണക്കിന് റിപ്പോർട്ടല്ല ഞാൻ ചെയ്തതെല്ലാം ന്യൂസ് സ്റ്റോറികളാണ്. ഓരോ ന്യൂസ് സ്റ്റോറി ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫാക്ട്സുകൾ നമ്മൾ ശേഖരിക്കുന്നു. അങ്ങനെ അതെല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം ഇതെവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഇതിന് പ്രത്യേകമായി ഒരു പത്ര ഓഫീസിൽ നിന്നും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ന്യൂസ് സ്റ്റോറി എങ്ങനെ ആ സംഭവത്തെ ഏറ്റവും നന്നായി എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ തന്നെ വരുമ്പോഴാണ് നമ്മളത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് തുടങ്ങി പ്രത്യേക സ്ഥലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരിക്കലും നമുക്ക് ഫാക്ട്സ് അല്ലാത്ത കാര്യങ്ങൾ കഥയിലെ പോലെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഈ വാസ്തവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന കഥയാണ് ന്യൂസ് സ്റ്റോറികൾ. ആ വാക്കിൽ തന്നെ അതുണ്ട്, വാർത്താ സ്റ്റോറികളാണത്. അങ്ങനെ ഒരു ആയിരക്കണക്കിന് ന്യൂസ് സ്റ്റോറികൾ എൻ്റെ വക തന്നെ ഉണ്ട്. അത് പലപ്പോഴും എൻ്റെ പത്രാധിപർ എന്നെ ഒരുപാട് പ്രകീർത്തിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് കാലത്തെയൊക്കെ അതിജീവിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നും. ഒരിക്കൽ 25 വർഷം ഞാൻ പൂർത്തിയാകുമ്പോൾ സുധാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഒരു ആഘോഷം നടന്നപ്പോൾ 25 വർഷത്തെ ഓരോ വർഷത്തെ ഒരു കഥകൾ വെച്ച് ഞങ്ങളൊരു പ്രസിദ്ധീകരണം അപ്പോൾ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കഥയുടെയും റിപ്പോർട്ടിങ്ങിൻ്റെയും രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിചയം നമുക്ക് ശക്തി നേടുന്നു. അതേസമയത്ത് അതൊരു നല്ല സാഹിത്യമായി മാറുന്നത് വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമായിരിക്കും. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. ഞങ്ങളെപ്പോലുള്ളവർ ഇത് ന്യൂസ് സ്റ്റോറികളായി തന്നെ നിലനിൽക്കും. മറ്റുള്ളത് ഈ ന്യൂസ് റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ എഡിറ്റർമാരോ ഉള്ളത് മറ്റ് തലത്തിലേക്കും പോകും. അതേപോലെ അങ്ങനെയാണ് ഞാൻ അടുത്തൊരു നോവൽ എന്ന് പറയുന്നത് അറിയില്ല എത്രത്തോളം എങ്ങനെയാണ്, പക്ഷേ എന്നാലും അത് തർക്കടില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടും അത് കന്നഡത്തിലേക്കും ഇപ്പോൾ അത് ഇംഗ്ലീഷിലേക്കും വരുന്നുണ്ട്. അതിപ്പോൾ 2 മാസത്തിലുള്ള ഇംഗ്ലീഷിലേക്കും ചെയ്യണം എന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതൊക്കെ നമുക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെയോ ഈ മീഡിയയിൽ നിന്ന് ഞങ്ങളെ സാഹിത്യത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടായിരിക്കാം. സത്യത്തിൽ ഒരിക്കലും ഞാൻ എന്നെപ്പോലുള്ള ഒരാൾ എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള. അതേപോലെ ഒരു അനുഭവം കൂടി വെച്ച് ഞാൻ പറയാം. 30 വർഷത്തിനിടയിൽ ഒരു സംഭവത്തെ തന്നെ 3 പ്രാവശ്യം ന്യൂസ് സ്റ്റോറി ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ആദ്യം അത് 1995 അത് നമ്മുടെ നാട്ടിലാണ്. ചിലപ്പോൾ ശ്രീകാന്തനൊക്കെ ഓർമ്മയുണ്ടാവും, അറിയില്ല എനിക്ക്. 95 സംഭവമാണ്. കുമാരട്ടൻ ഓർമ്മയുണ്ടാവും. ഒരു കൊലപാതകം, ഹമീദ് കൊലക്കേസ് പറഞ്ഞ് കേരളത്തെ ഞെട്ടിച്ചൊരു കൊലക്കേസിൽ അതിൻ്റെ പ്രതികളെ കിട്ടാത്തത് കൊണ്ട് എന്തായി, അത് അന്വേഷണം സ്പെഷ്യൽ സ്ക്വാഡ് ഏറ്റെടുത്തിട്ട് ഒരു പാവപ്പെട്ട ആശാരി കുടുംബത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് അവരാണത് ചെയ്തതെന്ന് പറയിപ്പിക്കുന്നൊരവസ്ഥ വന്നു. അതൊരു ഭീകരമായ സംഭവമാണ്. അവരെ വല്ലാതെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് അച്ഛൻ നാരായണൻ ആശാരി എന്ന ആൾക്ക് ഭ്രാന്തായിപ്പോയി. മക്കൾ ഓരോ സ്ഥലത്ത് ഒരാൾ ഒടിച്ചുള്ളിൽ പോയി, 2 പേർക്ക് പിന്നെയും ഭ്രാന്തായി. ആ കുടുംബം തന്നെ അങ്ങനെ നശിച്ചുപോയ സംഭവമാണ്. അത് 95 ഞാൻ ആദ്യത്തെ സ്റ്റോറി എഴുതുന്നത് സത്യത്തിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന കെ ജയേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാതൃഭൂമിയിൽ വർക്ക് ചെയ്ത ഒരു സീനിയർ ജേർണലിസ്റ്റ്, അദ്ദേഹമാണ് എന്നോട് വിളിച്ചു പറയുന്നത്, ബാംഗ്ലൂരിലേക്ക് വിളിച്ചു പറയുന്നത്, ഇങ്ങനൊരു സംഭവമുണ്ട്, നീയും കൂടെ പോയി അത് അന്വേഷിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ രീതിയിലൊരു സ്റ്റോറി ചെയ്തു. അത് അത് വളരെ പ്രാധാന്യമായിട്ട് കവർ സ്റ്റോറി ആയിട്ട് വരുന്നു. പിന്നെയും ഏതാണ്ട് ഒരു 12-15 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞാനിങ്ങനെ വടകരയിലൂടെ നടക്കുമ്പോൾ മാതൃഭൂമിയിലൊരു വാർത്ത കാണുവാണ്. ഒരു കാലിൽ പുഴുവരിക്കുന്ന കാലുമായി ഒരാൾ എഴഞ്ഞു നടക്കുന്നു ടൗണിൽ കൂടെ എന്നുള്ള വാർത്ത. ആ വാർത്തേൻ്റെ പിറകെ പോയപ്പോൾ അന്ന് 12 വർഷം മുമ്പേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ആ കഥയിലെ ഒരു കഥാപാത്രം, ഒരു ബാലകൃഷ്ണൻ്റെ കഥാപാത്രമാണത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പിന്നെയും തേടിപ്പോകുന്നു. അത് പിന്നെയും ഒരു വലിയൊരു കവർ സ്റ്റോറിയായി വരുന്നു 2012. അത് കഴിഞ്ഞ് പിന്നെയും 2022 ആയപ്പോൾ ഒരാൾ, അന്ന് ഓടിപ്പോയ ആൾ പിന്നെ തിരിച്ചു വന്നുള്ള വാർത്ത എനിക്കൊരാൾ വിളിച്ചു പറയുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. മറ്റു 2 പേര് ഒരു അനാഥാശ്രമത്തിലാണ്. അങ്ങനെ 3 സഹോദരന്മാരും 32 വർഷത്തിന് ശേഷം സംയോജിക്കുന്നൊരു സംഭവം. അതും എനിക്ക് പിന്നെയും ഒരു കവർ സ്റ്റോറി ആക്കേണ്ടു. അങ്ങനെ 30 വർഷത്തിനിടയിൽ ഒരേ വിഷയം 3 കവർ സ്റ്റോറി ചെയ്യേണ്ട ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിശദീകരിച്ച് സംസാരിക്കാം. താങ്ക് യു വിഷ്ണു.
നമ്മൾ നേരത്തെ പറഞ്ഞ എഴുത്തുപാതയിൽ ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞ യുവ എഴുത്തുകാരിയാണല്ലോ നമ്മുടെ ആശിത. അപ്പോൾ അഷിതയുടെ കഥകൾ എന്ന് പറയുമ്പം ചില റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്. കട്ടിയുള്ള പുറന്തോട് കൊണ്ടാണ് അഷിതയുടെ കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുറന്തോട് പൊളിച്ച് ഉള്ളിൽ കടക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ കഥയെ ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളൊരു റിവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ സ്ത്രീ അവസ്ഥകളെയാണ് അഷിത അധികവും പ്രമേയമാക്കി കണ്ടിട്ടുള്ളത്. ഒരു പുസ്തകത്തിൽ പറയുന്നത് പ്രേമത്തേക്കാൾ വലിയ വിശപ്പൊന്നും ഭൂമിയിൽ ഇല്ലെന്നൊരു ഉടൽ പറയുന്ന ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മൈസൂരു മല്ലിക, ശോഭ കൊലക്കേസ് ഉൾപ്പെടെയുള്ള ഈ കഥാപരിസരത്തിന് ഇപ്പോൾ ഇത്രയും കാലത്തൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ സ്വാധീനം എന്താണ്, എങ്ങനെയാണ് ആ കഥാപാത്രങ്ങളിലേക്ക് എത്തിയത് അഷിത എന്നുള്ളതൊന്ന് പറയാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ കഥ എഴുതുന്നതിൽ എക്സ്പീരിയൻസ്, അതായത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടോപ്പിക്ക്, അതിൽ എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഭാഷയുടെ കാര്യം വരുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് വരും. നിങ്ങളുടെ പത്രഭാഷ പോലെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാഹിത്യം അല്ല അത്. അപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രത്തിലാണ് തുടക്കം മുതൽ പത്രത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് കാരണം എനിക്ക് മലയാളം പത്രഭാഷയും ഇംഗ്ലീഷ് പത്രഭാഷയും തമ്മിൽ, മലയാളം പത്രഭാഷയും സാഹിത്യ ഭാഷയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് മലയാളം ആ ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. അത് കാരണം ഞാൻ വിചാരിക്കുന്നത് എഴുതുന്ന ഒരാൾ പത്രപ്രവർത്തക ആയിരുന്നു കൊണ്ടല്ല ഞാൻ എഴുതുന്ന സമയത്ത് പത്രപ്രവർത്തനം എന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിൽ വരാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല എഴുതേണ്ടത്. പക്ഷേ ഈ ടെക്നിക്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ടെക്നിക്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് എഡിറ്റിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് മാറ്റാനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് മാറ്റാനോ ഒക്കെ ഭയങ്കര മനോവിഷമായിരിക്കും. അപ്പോൾ നമുക്ക് പലരും കഥയൊക്കെ അയച്ചു തന്നിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡ് അവിടെ വേണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആവും. പക്ഷേ എനിക്ക് അങ്ങനൊരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഇതായതുകൊണ്ട് ഒരു ഇതുമില്ലാതെ അത് കട്ട് ചെയ്ത് കളയാനോ ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്കില്ല് അത് ഈ പത്രപ്രവർത്തനം കാരണം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്കില്ലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാക്കേജ് ടൂർ പോയിട്ട് യാത്രാ വിവരണം എഴുതുന്ന പോലെ ഇപ്പോൾ എല്ലാവരും ജേർണലിസ്റ്റുകളാണ്. ഇപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്നവരാണ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ മാപ്ര എന്നൊക്കെയാണ് മലയാളികൾ വിളിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് തോന്നുന്നില്ല മാധ്യമപ്രവർത്തനം. ഇപ്പോൾ പണ്ട് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത പോലത്തെ അങ്ങനെ ഒരു ഇതില്ല, ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ടെക്നിക്സ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ മൈസൂരു മല്ലിക എന്ന് പറഞ്ഞ കഥയിൽ എനിക്ക് യാത്ര തന്ന കഥകളാണ്. ജത്തിങ്ക എന്ന് പറയുന്ന ആസാമിലെ പക്ഷികൾ ആത്മഹത്യ ചെയ്യുന്നൊരു ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് അത്. പക്ഷെ അതിൻ്റെ ഈ വേറൊരു കഥ റൊട്ടിക്കല്ല് എന്ന് പറയുന്നൊരു കഥ ഇവിടെ കർണാടകയിൽ എപ്പോഴും വരുന്ന ന്യൂസാണ്. രാത്രികളിൽ ഈ ബോഡി മറവ് ചെയ്ത സ്ഥലം ആളുകൾ കുഴിച്ചു നോക്കും. അതിന് ബ്ലാക്ക് മാജിക്കിന് വേണ്ടി കുട്ടികളുടെ തലയോട്ടി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്നാണ് റൊട്ടിക്കൽ എന്ന് പറഞ്ഞ കഥ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള കഥയ്ക്ക് കിട്ടാനുള്ള പ്ലോട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പ്ലോട്ട് ഡ്രിവൺ ആയിട്ടുള്ള കഥകൾ എഴുതാൻ ജേർണലിസം ഹെൽപ്പ് ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോർമാറ്റ് നിങ്ങൾക്ക് റെഡിയാണ്, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട. അപ്പോൾ കൂടുതലും ജേർണലിസം ഹെൽപ്പ് ചെയ്യുന്നത് വാട്ട് യു ഷുഡ് ഇൻ റൈറ്റ്. ഒരു ഫിക്ഷൻ എഴുതുമ്പോൾ എവിടെ കട്ട് ചെയ്യണം, എന്ത് കട്ട് ചെയ്ത്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും സ്കിൽഫുള്ളായിട്ടും സ്മാർട്ടായിട്ടും ഈ ജേർണലിസം പ്രൊഫഷനെ യൂസ് ചെയ്യുന്ന ഒരാൾ ഇന്ദു ഗോപനാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരൻ്റെ കഥയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതുമില്ല. ഹി നോസ് എവിടെ കൊണ്ട് എന്താണ് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു സിറ്റുവേഷൻ വരുന്നു, അവിടെ നിന്ന് തുടങ്ങുന്നു, അങ്ങനെ പോകുന്നു. അത് എൻഡ് ചെയ്യണം, എവിടെ ഇമ്പാക്റ്റ് വേണം, അങ്ങനെയൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിൽ റീഡേഴ്സിന് എന്ത് വേണം എന്നുള്ളൊരു ബോധം തരാൻ വേണ്ടിയിട്ട് ജേർണലിസം ഈ നമുക്കറിയാം എന്താണ് റീഡേഴ്സിന് ഇഷ്ടമാവുകയെന്ന്. അപ്പം ഞാൻ പലപ്പോഴും
ഓരോ ടോപ്പിക്കൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഈ ജേർണലിസത്തിൽ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഞെട്ടൽ ഇഫക്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ എന്ത് കേട്ടാലും ഒരു സിനിക്കൽ ആറ്റിറ്റ്യൂഡായിരിക്കും. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഒന്നേ മരിച്ചുള്ളൂ എന്ന് ചോദിക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാമ്പ് വീട്ടിൽ ഒരു 10-100 പേര് അങ്ങനെയുള്ള ന്യൂസുകളെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഒരു ചെറിയ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എത്ര കാഷ്വാലിറ്റി എത്രയാണെന്ന് ചോദിക്കും. വളരെ നിസ്സംഗമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പത്രക്കാർ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ടോപ്പിക്കുകളും കഥകളും വായിക്കുമ്പോൾ നമ്മൾ എൻ്റെ പേഴ്സണൽ ഇതിൽ പറയാം, പലതും എന്നെ ഇമ്പ്രസ് ചെയ്യാത്ത ടോപ്പിക്കുകൾ ഞാൻ മിക്കവാറും കാണാറുണ്ട്. പക്ഷെ ആ ടോപ്പിക്കിൽ വെച്ച് കഥ എഴുതരുതെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുമ്പോൾ ജേർണലിസം എന്നെ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ജേർണലിസ്റ്റ് ഭാഷ ഒട്ടും വരരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. താങ്ക് യു അഷിത. അല്ല, ചെറിയൊരു ക്വസ്റ്റ്യൻ ശ്രീകാന്ത് സാറിനായിരുന്നു. നമ്മൾ ഈ ജേർണലിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വസ്തുതകളാണല്ലോ. അപ്പം വെച്ചാൽ അതായത് ഏറ്റവും സംക്ഷിപ്തമായ രൂപം. പക്ഷേ നമുക്ക് ക്രിയേറ്റിംഗ് റൈറ്റിങ്ങിലാകുമ്പം അതിനൊരു പരിധികളില്ല. പക്ഷേ ഇപ്പോൾ ഈ ഭാവനാ ലോകമാണ് ക്രിയേറ്റിംഗ് റൈറ്റിങ്ങിൻ്റെ പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഈ 2 മേഖലകളെയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് പറയൂ. ഞാൻ ഭാവന എഴുതാറില്ല. അല്ല, ഭാവന ഞാൻ ഈ ട്രാവലും അങ്ങനത്തെ ഒക്കെ അല്ലേ എഴുതാറ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മലയാളം പഠിക്കാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മലയാളം എഴുതാൻ പറ്റും. അതുതാനല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക എനിക്ക് എവിടെയില്ല. ഞാനങ്ങ് പൂശാണ്, ഒരു പൂശല്, അതങ്ങ് നേരെയാവും ചിലപ്പോൾ. അപ്പോൾ ഭാവന എഴുതാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫിക്ഷൻ എഴുതാറില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഫിക്ഷൻ എഴുതാത്ത ഒരാൾക്ക് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ ട്രാവലൊക്കെ എഴുതുമ്പോൾ ചെറിയ രീതിയിൽ ഫിക്ഷൻ ഉപയോഗിക്കാം. ചില ട്രാവൽ ലോഗ്സ് വായിക്കുമ്പോൾ നമുക്ക് അതൊരു ഭാവന, ചിലൊരു ഇമാജിനേഷൻ അതിനകത്ത്. അതെ, നമ്മളിപ്പോൾ ഇവിടെ പോയിട്ട് ബാംഗ്ലൂർ പോയി വന്നു എന്ന് അങ്ങനെ തന്നെ എഴുതിയിട്ട് ട്രാവലോഗ് ആവില്ലല്ലോ. നിങ്ങൾ ഇംഗ്ലീഷിൽ ബ്രിട്ടീഷുകാരൊക്കെ ആവില്ല, അങ്ങനത്തെ വലിയ ട്രാവലേഴ്സൊക്കെ എഴുതുമ്പോൾ അതിനൊരു ലിറിക്കൽ ബ്യൂട്ടി ഉണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാത്തത് പറയൂല. പക്ഷേ ഉള്ളതിനെ നമ്മൾ ചിലപ്പോൾ നമ്മളെ മനോവ്യാപാരങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട്. ഇപ്പം ട്രാവൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എത്ര അടി ഉയരമുണ്ട്, എവറസ്റ്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഒക്കെ വിഷ്വൽ കാണുകയല്ലേ. ഇനി ട്രാവൽ റൈറ്റിംഗ് നിലനിൽക്കണമെങ്കിൽ അത് പണ്ട് രവീന്ദ്രനൊക്കെ എഴുതിയ പോലെ ഫിക്ഷൻ ഞാൻ ഇതില്ല, അതിൻ്റെ നരേറ്റീവ് കൊണ്ട് മാത്രമേ ഇനി ട്രാവൽ റൈറ്റിംഗ് നിലനിൽക്കുള്ളൂ. നല്ല മനുഷ്യരെ കാണുക, അവരുടെ കഥകൾ കേൾക്കുക, അങ്ങനെ കൊണ്ട് ഇനി ട്രാവൽ റൈറ്റിംഗ് നിൽക്കുള്ളൂ. അല്ലാതെ പിന്നെ പാറ്റ്നയിൽ പോയി പാറ്റ്നയിൽ ഇത്ര സ്ഥലങ്ങളുണ്ട്, അവിടെ ഇത്ര ആൾക്കാർ ജനസംഖ്യയുണ്ട്, അവിടെ പോയപ്പോൾ ഓട്ടോറിക്ഷ ഇല്ല. പിന്നെ ദുബായിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഒരാൾ ട്രാവലോഗ് എഴുതിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഓട്ടോറിക്ഷ ഒന്നും കണ്ടില്ല, ഓട്ടോറിക്ഷകളില്ലാത്ത നഗരമെന്ന് ദുബായിയെ വിളിക്കാം എന്നിട്ടാണ് ഈ ട്രാവലോഗ് തുടങ്ങുന്നത്. അതുകൊണ്ടൊന്നും ഇനി നിൽക്കില്ല. നല്ല രീതിയിൽ ലിറിക്കലായിട്ട് ഒരു കഥ എന്ന് ഞാൻ പറയില്ല, ഫിക്ഷൻ എന്ന് ഞാൻ പറയില്ല, അങ്ങനെയാണ് പണ്ട് കാലത്ത് നല്ല ട്രാവൽ റൈറ്റേഴ്സൊക്കെ, ഇപ്പോൾ കോളിൻ ദബ്രോൺ ആണെങ്കിലും പോൾ തെറു ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാനൊരിക്കലും ഫിക്ഷൻ എഴുതാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള പരിചരണം നടത്താറുണ്ട്. ഓക്കെ, താങ്ക് യു.